ടെക്നോളജീസ്. എല്ലാ വിധത്തിലുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സോളാർ, വാട്ടർ ഹീറ്റർ, ലൈറ്റിംഗ്സ്, ഇൻവെർട്ടർ, ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു. സ്പെക് ടെക്നോളജീസ്. സത്യഭാമ ചേച്ചിയെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വേദിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ബൈജേട്ടനാണ്. ബൈജേട്ടനെ വളരെ ആദരവോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അവസാനം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആ വിഷയം ചെയ്യുന്നത് മഹിളാ ഐക്യവേദി താലൂക്ക് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന റീന ചേച്ചിയാണ്. റീന ചേച്ചിയെ നമ്മുടെ ഈ വേദിയിലേക്ക് ഞാൻ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു വേദി ഇവിടെ ഒരുക്കി തന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഒരുപാട് കാര്യകർത്താക്കളുണ്ട്. നമ്മളെ നേർവഴിക്ക് നടത്താനും കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ അവരെല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. അവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ബഹുമാനപ്പെട്ട അധ്യക്ഷ, മഹിളാ ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷ ഗംഗാദേവി, ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരിജ, ഈ സമരം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയ മഹിളാ ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷ സത്യഭാമ ചേച്ചി, കോഴിക്കോട് താലൂക്ക് മഹിളാ ഐക്യവേദി പ്രസിഡന്റ് ഈ റീന, അതുപോലെ മഹിളാ ഐക്യവേദിയുടെ സ്ഥാനീയ സമിതികളിൽ നിന്നും കോർപ്പറേഷൻ ഭാരവാഹികളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള മഹിളാ ഐക്യവേദി പ്രവർത്തകരെ, ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ, ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി നമ്മുടെ സുനിൽകുമാർ പുത്തൂർമഠം, അതുപോലെ തന്നെ ഈ സമരം 5 ദിവസം മുൻപ് 5 ദിവസം സത്യാഗ്രഹം ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിച്ച സംസ്ഥാന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷൈനുജി, അതുപോലെ ഇവിടെ എത്തിയ എല്ലാ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർക്കും ഈ നാട്ടിലെ മുഴുവൻ സഹോദരന്മാർക്കും ഞാൻ നമസ്കാരം. ഇന്ന് നമ്മുടെ ഈ സമരം 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 5 ദിന സത്യാഗ്രഹം നമ്മൾ വളരെ ഗംഭീരമായിട്ട് എല്ലാ സാമുദായിക സംഘടനാ നേതാക്കളും, രാഷ്ട്രീയ നേതാക്കളും, അതുപോലെ തന്നെ ആധ്യാത്മിക സന്യാസി വര്യന്മാരും സ്വാമിജികളും എല്ലാവരും ഈ പരിപാടിയിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 5 ദിവസം നമ്മുടെ ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ല. നമുക്കറിയാം, മാവൂർ റോഡ് ശ്മശാനം 200 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ശവസംസ്കാരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയും കാലയളവിൽ നമ്മളെ ഹിന്ദു ആചാര്യന്മാരും എല്ലാവരും തന്നെ ഇതിനുവേണ്ടി സമരത്തിന് ഇറങ്ങി. വർഷങ്ങളായി ഈ സമരത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി സമരരംഗത്താണ്. നമുക്കറിയാം, നമ്മുടെ ആരാധനയും നമ്മുടെ ശവസംസ്കാര ചടങ്ങുകളും എല്ലാം തന്നെ ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ മുഴുവൻ തന്നെ അടപ്പിക്കുവാൻ വേണ്ടി
ഇവിടുത്തെ കോർപ്പറേഷൻ അധികൃതരും ഇവിടുത്തെ ഗവൺമെന്റും ഏത് രൂപത്തിലും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ആചാര സംരക്ഷണത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുവിൻ്റെ മേൽ മാത്രം കുതിര കയറിക്കൊണ്ട് നമ്മുടെ ആചാരത്തെ സംരക്ഷിക്കുന്നതിന് പകരം അതിനെതിരായിട്ട് നമ്മൾ ഈ മാവൂർ റോഡ് ശ്മശാനം അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും സമരങ്ങൾ നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട് ഈ കോർപ്പറേഷൻ അധികൃതർ അതിന് ഈ സൗകര്യം ചെയ്തു കൊടുത്തത് നമ്മുടെ ഹിന്ദുവിൻ്റെ മേലെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരിക്കലും അനുവദിക്കില്ല. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരത്തിൻ്റെ വിജയക്കൊടി പാറുന്നതുവരെ ഹിന്ദു ഐക്യവേദി അതുപോലെ മഹിളാ ഐക്യവേദി സമരത്തിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സമരം രണ്ടാം ഘട്ട സമരം നമ്മൾ തീരുമാനിച്ചത് 26-ാം തീയതി വിജയദശമി വരെ നമ്മുടെ ഈ സമരം ഇവിടെ രണ്ടാം ഘട്ട സമരം നടത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ മൂന്നാം ഘട്ട സമരത്തിലേക്ക് നമ്മൾ കടക്കും. പക്ഷെ മൂന്നാം ഘട്ട സമരം നടത്തേണ്ടി വരില്ല. ആ തരത്തിലുള്ള വിജയദശമി നാളിലേക്ക് നമ്മുടെ ഈ കോർപ്പറേഷൻ അധികൃതരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മേയറും എല്ലാം തന്നെ ഇതിന് സൗകര്യമൊരുക്കും. അതുപോലെ ഇത് ഇവിടുത്തെ തൊഴിലാളികൾക്കും ഇവിടുത്തെ ശവസംസ്കാര ചടങ്ങുകളും ആചാര രീതിയും നടത്താൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ ശ്മശാനത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്കറിയാം അവിടെ തന്നെ കോർപ്പറേഷൻ്റെ മാലിന്യങ്ങൾ കൂമ്പാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മുടെ ഈ ശവസംസ്കാര മാവൂർ റോഡ് ശ്മശാനം കോർപ്പറേഷൻ അധികൃതർ ഉപയോഗിക്കുന്നത്? കാരണം അത് ആരോട് ചോദിച്ചിട്ടാണ് നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ഈ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വെച്ചിട്ട് തരംതിരിച്ചുകൊണ്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. അവിടെ തന്നെ ഇപ്പോൾ ഒരു കോവിഡ് രോഗി അവിടെ കോവിഡ് ഒരു ബോഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ കോവിഡ് രോഗമുള്ള സമയത്ത് വരെ നമ്മൾ ആ സമയത്ത് ആ മാലിന്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ബഹുമാനപ്പെട്ട മേയർ മനസ്സിലാക്കേണ്ടത് ആദ്യം ആ മാലിന്യ സംസ്കരണ പ്ലാന്റാണ് നമ്മുടെ അവിടെ കോഴിക്കോട് നടത്തേണ്ടത്. അതിന് എത്ര കോടി ചിലവായാലും ആ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ഇവിടെ നിർമ്മിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ആചാര സംരക്ഷണം നടത്തുന്ന ഹിന്ദുവിൻ്റെ പേരിൽ മാത്രം ഈ കടന്നുകയറ്റം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ധർമ്മസമരം ഇനിയും ശക്തിയോടുകൂടി മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മഹിളകൾ കൂടി ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് കുറച്ച് ആളുകളെ നമ്മളിവിടെ പരിപാടിക്ക് എത്തുന്നുള്ളൂ. കാരണം 100 കണക്കിന് അമ്മമാരെ നമ്മൾ ഈ സമരത്തിന് പങ്കെടുപ്പിക്കാൻ 5 നിമിഷം കൊണ്ട് നമുക്ക് സാധിക്കും. കാരണം നമുക്കറിയാം, ശബരിമല സമര നിങ്ങൾ ഏത് തരത്തിലാണ് വിജയിച്ചത്. അതായത് ലക്ഷക്കണക്കിന് അമ്മമാർ ആ സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊരു ധർമ്മസമരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ധർമ്മസമരത്തിൽ എല്ലാ മഹിളാ ഐക്യവേദി പ്രവർത്തകരും ഈ കോഴിക്കോട് ജില്ലയുടെ മഹിളാ ഐക്യവേദി പ്രവർത്തകരും എല്ലാവരും നമ്മുടെ ഇവിടെ ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമരത്തിലേക്ക് എത്തും എന്ന് ഞാൻ പൂർവാധിക ശക്തിയോടുകൂടി തന്നെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ അധ്യക്ഷ പദവിക്ക് വേണ്ടി ഞാൻ വേണ്ടിയിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ പ്രാർത്ഥനകളും ഈശ്വരഭക്തിയും നമ്മുടെ ക്ഷേത്ര സന്ദർശനം ഇതൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഹിന്ദു അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദു ഇങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം എന്നുള്ള ഇവിടുത്തെ ഭരണകർത്താക്കൾ നിശ്ചയിക്കുന്ന അവസ്ഥയുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശാന്തമായിട്ട് നമ്മളുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളുടെ ഹിന്ദു സംസ്കാരം ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച് നമ്മുടെ ആ മൃതശരീരങ്ങൾ അതിൻ്റെതായ ആദരവോടുകൂടി നമ്മൾ അതിന് വേണ്ടി വിട നൽകണമെങ്കിൽ അതിന് 200 വർഷം പഴക്കമുള്ള ഈ ശ്മശാനത്തിൽ നമ്മളിവിടെ നമ്മുടെ ആചാരങ്ങളെ അവിടെയും അതിന് നിങ്ങളെ സമ്മതിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ഭരണകൂടങ്ങൾ ഇവിടെ നടത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ, നമ്മൾ പറയാലോ, നമ്മൾ ആ വളരെ ശാന്തരായും സൗമ്യരായും ജീവിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മളിലുണ്ട്. കാരണം നമ്മൾ ഈശ്വര ഭക്തരാണ്. നമ്മൾ ദൈവത്തെ പേടിക്കുന്നു, ബഹുമാനിക്കുന്നു.
അതുപോലെ നമ്മളുടെ മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കും. നമ്മളുടെ ഈ ബഹുമാനത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ആദരവിനെ അത് നമ്മളുടെ ഒരു പോരായ്മയായി കണ്ടുകൊണ്ട്, ഇത് ഹിന്ദുവിൻ്റെ ഒരു പോരായ്മയായിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ ഇപ്പോൾ ഹിന്ദുവിൻ്റെ നേരിട്ട് അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് നമ്മൾ ഇനി നമുക്ക് അത് ഈ പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമുക്കറിയാം, ഈ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വളരെയധികം കേരളം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളം നമ്പർ 1 ആണ്. അവിടെ കോഴിക്കോട് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് നമ്മളുടെ ആചാരങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട ഒരു അവസ്ഥ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ ആ ദുർഗതി എവിടെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഹിന്ദുവിൻ്റെ ആ ഒരു അവസ്ഥ, ഇന്നത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അടിക്കാനുള്ള ഒരു പുറമായിക്കൊണ്ട് എന്തുകൊണ്ടാ നമ്മൾ വിഘടിച്ച് നിൽക്കുകയാണ്. ഹിന്ദുവിനെ വിഘടിപ്പിച്ചുകൊണ്ട് ഇവര് നമ്മളെ അവരുടെ ആ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംഘടന നമ്മളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നമ്മളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ, നമ്മളുടെ ധർമ്മം സംരക്ഷിക്കാൻ അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ നേടിയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. അതിനൊരു പോലീസല്ല പട്ടാളത്തിന് ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ചെയ്തിരിക്കും. കാരണം ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ആചാരങ്ങളാണ്, ഞങ്ങളുടെ സംസ്കാരമാണ് ഹിന്ദുക്കളുടെ. അതിന് വിലങ്ങിടാൻ ആര് വന്നാലും തടഞ്ഞിരിക്കും. അതിന് യാതൊരു ജീവൻ കൊടുത്തും ഞങ്ങൾ തടഞ്ഞിരിക്കും. കാരണം ജീവൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇനിയും ശാന്തതയും സൗമ്യതയൊക്കെ നമ്മൾ വിട്ട് കളയേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ ഭരണകൂടങ്ങളാണ്. ഇവിടുത്തെ ഭരണകൂടം ആദ്യം നമ്മൾ പറയുന്നു, നമ്മൾ വീടിന്റെ മോന്തായം വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ കഥ കഴിഞ്ഞു. അതാണ് ഇപ്പം നടക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഭരണാധികാരികളും തൊട്ടിട്ട് ഓരോരുത്തരും നമ്മളുടെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളെ ഇവിടെ എങ്ങനെയൊക്കെ നമ്മളെ നശിപ്പിക്കാവോ എന്ന് എഴുതിക്കൊള്ളുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി നമുക്കിനി പൊരുതി പറ്റൂ. ജീവിച്ചിരിക്കുന്നവർ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ആ മരിച്ചവരുടെ ആത്മാവിന് വേണ്ടി പൊരുതുക എന്നുള്ളതാണ് നമ്മളുടെ ശക്തി. അവിടെയാണ് നമ്മളുടെ ധർമ്മം. അപ്പോൾ ആ ഒരു ധർമ്മത്തെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ ആ ആചാരത്തെ അല്ലെങ്കിൽ നമ്മളുടെ ആ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ ഒരു ശക്തിയും കഴിയില്ല എന്നുള്ളതാണ്. ആ ശക്തിയെ ഇല്ലാതെയാക്കുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ തടഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. ഏത് ശക്തി ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിനെ നേരിട്ടിരിക്കും. കാരണം ഇനി നമ്മൾക്ക് നോക്കിയിരിക്കാൻ സമയമില്ല. ഇനി നമ്മൾക്ക് കാത്തിരിക്കാൻ സമയമില്ല. നമുക്ക് നമ്മളുടെ കാര്യം നിറവേറ്റിക്കൊണ്ടേ പോകണം. അപ്പൊ അവിടെ നമ്മൾ ഇനി വേറൊന്നും നോക്കാനില്ല. നമ്മുടെ സമുദായത്തിന് വേണ്ടി ഹിന്ദു ഐക്യവേദി ഇതുപോലെ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സഹകരണവും അവരുടെ ഒത്തൊരുമയും നിന്നുകൊണ്ട് അവർക്ക് നമ്മളുടെ സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഇവിടെ നമുക്കറിയാം, ഈ കൊറോണ ആയിട്ട് കൂടി നമ്മളുടെ ആൾക്കാർ നമ്മളുടെ ആ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൊറോണയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അവിടെ ഇത് പ്രഖ്യാപിച്ചു 154 500 പ്രഖ്യാപിച്ചെന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ അതിന് ആ നിയമത്തെ പാലിച്ചുകൊണ്ട്, നിയമം ഒരിക്കലും ലംഘിക്കില്ല, നിയമത്തെ പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആചാരത്തെ വീണ്ടെടുക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് നേടിക്കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ്. അപ്പൊ ഞങ്ങളുടെ ഇത് നേടിയെടുത്തല്ലാണ്ട് ഞങ്ങൾക്ക് വിശ്രമമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നമ്മളോട് ഇനിയും അധികാരത്തിന്റെ ചൂരൽ പ്രയോഗം ഞങ്ങളുടെ നേർക്ക് വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വേറെ ഒരു സമുദായങ്ങളും പോകുന്നില്ല, ഒരു സമുദായങ്ങളുടെ നേർക്കും പോകുന്നില്ല. പിണറായി ചോദിച്ചു കുരിശെന്ത് പഴച്ചു വന്നു, ചോദിച്ചതാ കുരിശെന്ത് പഴച്ചു വന്നു. അപ്പൊ ഞങ്ങളിവിടെ എന്തൊരു സംസ്കാരം, എന്തിന്റെ മരിച്ചവരുടെ ബോഡി എന്ത് പിഴച്ചു എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ആ ആത്മാക്കൾ എന്ത് പിഴച്ചു അത് ഞങ്ങൾ ചോദിക്കുന്നു. അതിന് മറുപടി തരാൻ അവർ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ പറയിപ്പിച്ചിരിക്കും മറുപടി. ഒരു സംശയവും വേണ്ട. ഇതൊന്നും ഇനി ഈ ഓലപ്പാമ്പ് കാട്ടി ഹിന്ദുവിനെ പേടിപ്പിക്കേണ്ട എന്നുള്ളതിന് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രം, ഞങ്ങൾ ആർക്കും എതിരല്ല, പക്ഷെ ഞങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കാൻ അത് ഞങ്ങൾ ബാധ്യസ്ഥരാണ്.
അത് ഞങ്ങൾ ബാധ്യസ്ഥ, അത് ഹിന്ദു ഒറ്റക്കെട്ടായിക്കൊണ്ട് എല്ലാ ഇതിലും നടന്നുകൊണ്ട് ഹിന്ദു മാത്രമായി നിന്നുകൊണ്ട് ഞങ്ങൾ നേടിയിരിക്കും. അത് ഞങ്ങളുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതില്ലാണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഗതിക്ക് ഞങ്ങളുടെ എങ്ങനെ തന്നെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ നിറവേറ്റിയിരിക്കും. അല്ലാതെ പിന്നെ ഇവിടെ ഇരിക്കുന്ന കാര്യമില്ലല്ലോ. ഇതിനാരെങ്കിലും ഒരു കൂട്ടർ ഇറങ്ങണം. പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇനി ഇവിടെ പറയും, നാളെ പറയും നിങ്ങളുടെ ശരീരം കൊണ്ട് അറബിക്കടലിൽ കൊണ്ട് വലിച്ചെറിയാന്ന് പറയുമല്ലോ. നിങ്ങൾ മരിച്ചവരെ ബോഡി കൊണ്ട് നിങ്ങൾ അറബിക്കടലിൽ കൊണ്ട് വലിച്ചെറിയാന്ന് പറയും. അതും പറയാൻ ഇവർ മടിക്കില്ല. പിന്നെ പറയും അറബിക്കടലിൽ ഇടാൻ പാടില്ല, അവിടെ മത്സ്യങ്ങൾ തിന്നുപോകും, അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തോ പറയും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇനി നിങ്ങൾക്ക് സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആചാരങ്ങളെ തൊട്ട് കളിച്ചാൽ ഇത് ഇവരുടെ അവസാനത്തെ കളിയായിരിക്കുന്ന പറയണം. അവസാനത്തെ കളിയാണ്. ഇനി ഹിന്ദുവിന്റെ ആചാരത്തെ തൊട്ട് കളിച്ചാൽ ഹിന്ദുവിന്റെ നേർക്ക് വിരലോങ്ങാനുള്ള ആ ഒരു ശക്തി അവർക്ക് ഉണ്ടാവില്ല. അതാ എനിക്ക് പറയാനുള്ളത്. ഹിന്ദുവിന്റെ ആചാരത്തിന് നേരെ കൈ നീട്ടിയാൽ ആ കൈ പിന്നെ നേടാൻ ശക്തി ഉണ്ടാവില്ല. ഈശ്വരൻ കൊടുക്കില്ല. ഒരു സർവശക്തനായിട്ടുള്ള ഒരാൾ മുകളിലിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട്. അപ്പോൾ അത് ഓർമ്മിക്കുന്ന എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മാത്രം വിചാരിച്ചിട്ട് അവർ ചെയ്യും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കടമകൾ ഞങ്ങൾ ചെയ്യും, ബാക്കി അദ്ദേഹം ചെയ്യും. അതുകൊണ്ട് ഈ ഹിന്ദുവിന്റെ ഈ ആചാരത്തെ അതുപോലെ ഈ ഒരു പ്രക്രിയ കൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഈ ഹിന്ദു സംസ്കാരത്തെ കാരണം ഇതിനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവർക്ക് അതൊരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം ചെയ്യാൻ അവരെ അനുവദിക്കില്ല എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ആചാരങ്ങൾ, ഞങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഒരാളെയും ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങൾ എന്ത് വില കൊടുത്ത് നേടിയിരിക്കും, അതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് പറയാണ്. ഇനി ഹിന്ദുവിന്റെ മേല് മെക്കെട്ട് കയറുന്നത് ആലോചിച്ചിട്ടാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നേടും, ഒരു സംശയവുമില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഇതിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം. നോക്കൂ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആചാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സമരങ്ങൾക്ക്, ആചാര അനുഷ്ഠാനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിരവധി സമരങ്ങൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മരണപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയിട്ട് ഒരു സമരം. നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, നമുക്കെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അന്ത്യകർമ്മങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നും ഹിന്ദുവിനെ, ഹൈന്ദവ സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഹൈന്ദവ വിരുദ്ധരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നോക്കൂ, നിങ്ങൾ ഈ ഭാരതത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുത്വത്തെ തകർക്കണം എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അപ്പൊ ഹിന്ദു ധർമ്മത്തെ, ഹിന്ദു ആചാരത്തെ തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഹിന്ദുവിന്റെ വോട്ട് ബാങ്ക് വാങ്ങി ഹിന്ദുവിന്റെ വോട്ട് കൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോഴിക്കോട് ഏറ്റവും കൂടിയ കോവിഡ് സാഹചര്യത്തിൽ പോലും ഈ സമരം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഹൈന്ദവ സംഘടനകൾക്ക് മാറേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണം. നോക്കൂ, ഏതൊക്കെ സമയത്ത് ആചാരങ്ങളെ ലംഘിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്. ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ചാവേറാകാൻ രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയും കനകദുർഗയുമാണ് അവർ അയച്ചതെങ്കിൽ മരിച്ച ആളുകളുടെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ അത്തരമൊരു ആചാരം സമാജത്തിൽ വേണ്ട എന്ന തീരുമാനത്തോടു കൂടി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാവേറാക്കിയിട്ടുള്ളത് കോഴിക്കോട് മേയറെയും കോഴിക്കോട് ഈ മാളറോഡ് ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ MLA-യുമാണ്. ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം ഇത്. നമ്മുടെ പൂർവികർക്ക് ഇന്ന് ഇതിന്റെ പല പരിധികളിലുമുള്ള കോളനികളിൽ നിന്നെല്ലാം, കല്ലൂത്തങ്കടവ് കോളനി ആവട്ടെ, പല കോളനികളും ഇന്ന് ഫ്ലാറ്റ് സമുച്ചയങ്ങളിലേക്ക് മാറിയിരിക്കുന്നു.
അവിടെയുള്ള ആർക്കും അവരുടെ കുടുംബങ്ങൾക്ക് എല്ലാം തന്നെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് ഈ ശ്മശാനമാണ്. അവരാഗ്രഹിച്ച രീതിയിൽ, അവരുടെ പരമ്പരാഗത രീതിയിൽ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഈ കോർപ്പറേഷൻ ഈ ശ്മശാനത്തെ അനുവദിക്കുന്നില്ല. നോക്കൂ, ഇവിടുത്തെ മേയർക്കും ഇവിടുത്തെ MLA-ക്കുമെല്ലാം ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥലങ്ങൾ ഉണ്ടാവും അവർക്ക് പട്ടടയൊരുക്കാൻ. പക്ഷെ സാധാരണക്കാരൻ എന്ത് ചെയ്യണം? സാധാരണക്കാരൻ എന്ത് ചെയ്യണം? പൊതുസമൂഹത്തോട് ഭരണാധികാരികൾ പറയൂ, എന്ത് ചെയ്യണം? ഞങ്ങള് എന്നും ആചാരത്തെ ലംഘിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ശബരിമല തന്ത്രിയെ അപമാനിച്ച് പരിഹസിച്ചിട്ടുള്ളതാണ് കേരളത്തിന്റെ മന്ത്രിയായിട്ടുള്ള G. സുധാകരൻ. മാതാ അമൃതാനന്ദമയി ദേവിയെയും ശംഭുജ ചിദാനന്ദപുരി സ്വാമികളെയും സ്ഥിരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ. ശ്രീനാരായണ ഗുരുദേവനെ കുരിശിലേറ്റുകയും കഴുത്തിൽ കയറ് കെട്ടി വലിക്കുകയും ചെയ്യുന്ന നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഗുരുദേവ ദർശനങ്ങളെ സമാജത്തിന് മുന്നിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഗുരുദേവ ദർശനങ്ങളെ പല ജാതി പല മതം പല ദൈവം എന്നാക്കി വികൃതമാക്കി മാറ്റിക്കൊണ്ട് ഹൈന്ദവ ആചാര്യന്മാരെയും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്നും നശിപ്പിച്ചിട്ടുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകളാണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ശ്മശാനത്തിന്റെ നമുക്കറിയാം, ഒരു കാലത്ത് കുടുംബത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം, ഇവിടുത്തെ പാവം ഹിന്ദു വിഭാഗം, അവര് സ്വന്തം കുടുംബത്തിൽ മരണം സംഭവിച്ചാൽ ആ ശവം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടുക്കള തോണ്ടി പൊളിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു കേരളത്തിൽ. അത് കണ്ടിട്ടാണ് ഹിന്ദു ഐക്യവേദി ഒരു അവകാശ പത്രിക കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ശ്മശാനങ്ങൾ വേണമെന്നുള്ള ഒരു അവകാശ പത്രിക. ഈ സമരം 16 ദിവസത്തോടെ നീണ്ടു നിൽക്കുന്ന ഈ സമരം ഇന്ന് ആരംഭിക്കുന്ന സമയത്ത് ഈ ശ്മശാന സംരക്ഷണ സമിതി, ആ സമിതി രൂപം കൊടുത്തിട്ടുള്ള സമരത്തിന് ോടുകൂടി രൂപം കൊടുത്ത ഈ സമരത്തിന് ഇതൊരു ധർമ്മ സമരമാണ്. ഈ സമര വിജയം കണ്ടേ ഈ സമരം അവസാനിക്കുകയുള്ളൂ. എന്നും ഈ ആചാരങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് സമരങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലേ? ഇവിടുത്തെ പാവം പെൺമക്കളെ നശിപ്പിക്കാൻ തുടങ്ങിയ ലോബിക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിനെ തെറ്റായി സമൂഹത്തെ ധരിപ്പിച്ചുകൊണ്ട് ചുംബന സമരം എന്ന ആഭാസ സമരം നിങ്ങൾ സംഘടിപ്പിച്ചു. ആലിംഗന സമരം നടത്തി നിങ്ങൾ, താലി ചുട്ടരിക്കൽ സമരം നടത്തി നിങ്ങൾ, വത്തക്ക സമരം നടത്തി നിങ്ങൾ. ഹിന്ദുവിനെ അവഹേളിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെയും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരവധി സമരങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്തു. ഈ സമരം ധർമ്മ സമരമാണ്. ഈ സമരം നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടന എന്ന് പറയുന്നത് നിരവധി സമരങ്ങൾക്ക് വിജയം കണ്ടിട്ടുള്ള സംഘടനയുടെ ഭാഗമാണ്. നോക്കൂ, നിങ്ങൾ പൂന്തറ കലാപമുണ്ടായ സമയത്ത് അവിടെ ശക്തമായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായ സമരം നടത്തി സമര വിജയം നേടിയിട്ടുള്ള സംഘടന. അയ്യപ്പന്റെ പൂങ്കാവനമായ നിലയ്ക്കലിൽ കുരിശു മുളപ്പിച്ച സമയത്ത് അവിടെ ആ കുരിശ് അവിടുന്ന് പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ട് സംപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള സമരം, ഹിന്ദുവിന്റെ ഭൂമി തിരിച്ചു പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആ സമരം, ആ സമര വിജയത്തെ കുറിച്ച് ചരിത്രം കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള മണ്ണിൽ
ആറന്മുളയുടെ പള്ളിയോടങ്ങളും ക്ഷേത്രങ്ങളെയും വയലുകളെയും എല്ലാം നശിപ്പിച്ചുകൊണ്ട് KGS കമ്പനി വിമാനത്താവളം ഉണ്ടാക്കാൻ എന്ന ലക്ഷ്യവുമായി വന്നപ്പോൾ RSSന്റെ സംഘത്തിന്റെ പ്രചാരകനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആ മാനനീയ പ്രമുഖന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമരം, ആ സമരവും കേരളത്തിന്റെ മണ്ണിൽ നിന്നും KGS ഗ്രൂപ്പിനെ വിമാനത്താവള ലക്ഷ്യവുമായിട്ട് വന്ന KGS ഗ്രൂപ്പിനെ പറപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സംഘടന. കോഴിക്കോട് മാറാട് കടപ്പുറത്ത് ഇസ്ലാമിക ഇടത് ഭീകരവാദികളാൽ കൊല ചെയ്യപ്പെട്ട 8 ഹിന്ദു സഹോദരന്മാർ, നഷ്ടപ്പെട്ട അനാഥരായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് കോഴിക്കോട് 150-ലധികം ദിവസം നീണ്ടുനിന്ന സഹന സമരങ്ങളുടെ വിജയ കഥ കോഴിക്കോടിന്റെ മണ്ണിനറിയാം. ഇത്തരം സമരങ്ങളുടെ വിജയത്തിൽ നിന്നും ശക്തി ആർജിച്ചിട്ടുള്ള ഒരു മാതൃസംഘടനയാണ് ഈ ശ്മശാന സംരക്ഷണ സമിതിയുടെ സംഘടന. അതുകൊണ്ട് ഈ സമരം, ഈ ധർമ്മ സമരം വിജയം കാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും മേയർക്കും MLAക്കും വേണ്ട. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ശ്മശാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും അച്ചാരം പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് മത നേതാക്കന്മാരാവട്ടെ, ഇവിടുത്തെ ജമായത്തീനുകളാവട്ടെ, റിയൽ എസ്റ്റേറ്റ് മാഫിയകളാവട്ടെ, ആരായിരുന്നാലും ആരിൽ നിന്നാണോ നിങ്ങൾ അച്ചാരം പറ്റിയിട്ടുള്ളത് അത് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. നന്ദി പറയാനായിട്ട് കോഴിക്കോട് താലൂക്ക് പ്രസിഡന്റ് റീന തിരുമനസ്. ഇന്ന് ഈ മഹിളാ ഐക്യവേദിയുടെ പേരിൽ നാം ഇവിടെ നടത്തുന്ന ഈ പ്രക്ഷോഭം നമ്മളുടെ മാവൂരോട് ചാലക്കര ശ്മശാനത്തിനോടനുബന്ധിച്ച് നടന്ന ഇവിടെ ശവസംസ്കാരം നിർത്തലാക്കിയ ഒരു മേയറുടെയും ഇവിടുത്തെ നമ്മളുടെ ഭരണാധികാരികളുടെയും നീചമായ പ്രവർത്തിക്കെതിരെയാണ്. ഈ പ്രക്ഷോഭം പഞ്ചദിന പ്രക്ഷോഭമായി പല നേതാക്കന്മാരുടെ സമര നേതാക്കന്മാരുടെ കീഴിലും ഇവിടെ നടന്നു. ഇന്നു മുതൽക്ക് സായാഹ്ന ധർണയായി മഹിളാ ഐക്യവേദി ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിന് നമുക്ക് സംഘാടകരായിട്ട് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സഹോദരന്മാർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യമെങ്കിലും 2 വാക്ക് പറയാതെ പോകാൻ ഈ ശ്മശാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാതെ പറ്റില്ല. കാരണം 10-200 വർഷത്തോളമായി ഈ ശ്മശാനം ഇവിടെ നിലകൊള്ളുന്നു. ഹിന്ദുവിൻ്റെതായ ഓരോ അന്ത്യകർമ്മങ്ങളും, ഹിന്ദുവിൻ്റെതായ സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെതായ രീതിയിൽ നമ്മൾ ഒരു കുഞ്ഞിനെ ഒരമ്മ ഗർഭാധാരണം നടത്തുന്ന കാലം മുതൽ ഹിന്ദുക്കൾക്കായാലും മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യൻസിനായാലും അവരുടേതായ ഓരോരോ കർമ്മരീതികൾ നടന്നു പോരുന്നുണ്ട്. ആ സമയത്ത് ആ കുഞ്ഞിനെ അമ്മ ഗർഭം ധരിച്ചു, കുഞ്ഞിനെ അമ്മ പ്രസവിച്ചു. അതിനുശേഷം ഓരോരോ കർമ്മങ്ങൾ നടന്ന് ആ കുഞ്ഞ് വലുതായി വിവാഹിതയോ ആയി. അവർ വേറൊരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അങ്ങനെ അവരുടെ സായാഹ്നത്തിലേക്ക് നീങ്ങി അവർ പിന്നീട് മരണം വരിക്കുകയാണ്. അങ്ങനെ മരണം വരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക് ചെയ്യേണ്ടതായ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥലം ഇന്ന് ഇവിടുത്തെ മേയറും ഇവിടുത്തെ ഭരണാധികാരികളും എടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമാണ് നമ്മളുടെ ഉള്ളിൽ ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഈ ഭരണാധികാരികളും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉജ്ജ്വല പ്രതിഭകളായ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ വനിതാ നേതാക്കന്മാര്, വനിതാ സമര നായികമാര് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മഹിളാ ഐക്യവേദിയുടെ പേരിലും ഹിന്ദുക്കളുടെ ഇടയിൽ
സമരങ്ങൾ നയിക്കാൻ ഒരുപാട് സമര നായകന്മാർ പുറത്തേക്ക് വരും. കണ്ടതാണ് ശബരിമല പ്രശ്നത്തിൽ അമ്മമാരുടെ തേരോട്ടം നമ്മൾ കണ്ടതാണ്. ഈ അരയിലത്തെ കാലത്ത് ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന ശബരിമല ധർമ്മസമരം നമ്മൾ നടത്തി. അതിൽ ഒരുപാട് അമ്മമാരും സഹോദരിമാരും സമര പന്തലിൽ അണിനിരന്നു. ആ സമരത്തിൽ നമ്മൾ വിജയം കൈവരിച്ചു. അതേപോലെ തന്നെ ഈ ചാലത്തറ ശ്മശാനത്തിന്റെ കാര്യത്തിലും എവിടെ വിജയം കൈവരിക്കുന്നുവോ, എന്ന് ഞങ്ങൾ വിജയം നേടുന്നുവോ ആ അന്ത്യനിമിഷം വരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പഞ്ചദിന പ്രക്ഷോഭം ഇവിടെ നടത്തിയിരുന്ന സഹോദരന്മാർക്ക് എല്ലാവർക്കും മഹിളാ ഐക്യവേദിയുടെ പേരിലും ഹിന്ദു ഐക്യവേദിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞ നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ഗിരിജ കുന്തമൂലം അവർക്ക് എന്റെ പേരിലും മഹിളാ ഐക്യവേദിയുടെ പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച മഹിളാ ഐക്യവേദി ജില്ലാ അധ്യക്ഷ ഗംഗേച്ചിക്കും ഈ അവസരത്തിൽ മഹിളാ ഐക്യവേദിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇവിടെ ആമുഖ ഭാഷണം നടത്തിയത് നമ്മളുടെ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറിയും സംയോജകനുമായ PK പ്രേമാനന്ദേട്ടനും ഈ സമയത്ത് ഞാൻ മഹിളാ ഐക്യവേദിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഉദ്ഘാടനം നടത്തിയത് നമ്മളുടെ സംസ്ഥാന ഉപാധ്യക്ഷ സത്യഭാമ ചേച്ചിയാണ്. സത്യഭാമ ചേച്ചിക്കും ഈ അവസരത്തിൽ മഹിളാ ഐക്യവേദിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്ന ബൈജു പൂമള്ളി അവർക്ക് ഞാൻ ഈ അവസരത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ പേരിലും മഹിളാ ഐക്യവേദിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഭാരത്. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.